പശ്ചിമഘട്ടത്തിന്റെ നെറുകയിൽ കോടമഞ്ഞിന്റെ വെള്ളപ്പുതപ്പണിഞ്ഞ് ഏഷ്യയുടെ സ്വിറ്റ്സർലാൻഡ് നിന്നിരുന്ന കാലം. അതാണ് പഴയ മൂന്നാർ. ബ്രിട്ടീഷ് തേയിലത്തോട്ടക്കാരുടെ അഭിമാനമായിരുന്നു ആ നഗരം. യൂറോപ്യൻ വാസ്തുവിദ്യയിൽ പണിത പള്ളികളും ക്ലബ്ബുകളും ബംഗ്ലാവുകളും. അന്ന് ഇന്നത്തെ പോലെ റോഡുകളായിരുന്നില്ല. മൂന്നാറിന്റെ ജീവനാടി അത് കുണ്ടളവാലി റെയിൽവേ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മോണോറെയിൽ പാത. 35 കിലോമീറ്റർ ദൂരം മാട്ടുപ്പെട്ടി മുതൽ ടോപ്പ് സ്റ്റേഷൻ വരെ പച്ചപ്പിന്റെ ഹൃദയത്തിലൂടെ ആവി എഞ്ചിന്റെ തീവണ്ടി ചോളം വിളിച്ചു പാഞ്ഞു. തേയിലപ്പെട്ടികൾ താഴ്വരകളിലേക്ക് കൊണ്ടുപോയ ആ റെയിൽപാത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശക്തിയുടെ പ്രതീകമായിരുന്നു. മുതിരപ്പുഴ, നല്ലതന്നി, കുണ്ടള എന്നീ പുഴകൾ ശാന്തമായൊഴുകി ആ നഗരത്തിന് താരാട്ടുപാടി. എന്നാൽ കൊല്ലവർഷം 1099 കർക്കിടക മാസമെത്തിയപ്പോൾ ആകാശത്തിന് പതിവില്ലാത്ത കറുപ്പുനിറം വന്നുമൂടി. ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച പേമാരി നിലയ്ക്കാതെ പെയ്തുകൊണ്ടേയിരുന്നു. സാധാരണ മഴയായിരുന്നില്ല അത്. സഹ്യപർവ്വതത്തെ അപ്പാടെ കുലുക്കിയെറിഞ്ഞുകൊണ്ടുള്ള പ്രകൃതിയുടെ സംഹാരതാണ്ഡവമായിരുന്നു. മലകൾ കരഞ്ഞു. തേയിലച്ചെടികളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിവിട്ടു. ജൂലൈ മാസത്തിൽ മാത്രം 170 ഇഞ്ചിലധികം മഴയാണ് മൂന്നാറിൽ രേഖപ്പെടുത്തിയത്. മുതിരപ്പുഴയാർ ഭ്രാന്തിയെപ്പോലെ അലറിപ്പാഞ്ഞു. തേയില ഫാക്ടറികൾ, പാലങ്ങൾ, കരിങ്കൽ മതിലുകൾ എല്ലാം പ്രളയജലത്തിൽ മുങ്ങിത്തുടങ്ങി. 3 ആഴ്ചയോളം നീണ്ട പേമാരിയിൽ മലമുകളിൽ നിന്ന് ഒഴുകിയെത്തിയ പാറകഷ്ണങ്ങളും മരങ്ങളും മണ്ണും ഇന്നത്തെ മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്നതിനടുത്തുള്ള ഒരു മലയിടുക്കിൽ കെട്ടിക്കിടന്നു. പ്രകൃതി തന്നെ നിർമ്മിച്ച ഒരു താൽക്കാലിക അണക്കെട്ടായി മാറി. അകത്ത് പ്രളയജലം അതിന്റെ സർവ്വശക്തിയുമെടുത്ത് അലച്ചു. പുറത്ത് ഭയവിഹ്വലരായ തോട്ടം തൊഴിലാളികളും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു വലിയ ശബ്ദത്തോടെ പ്രകൃതിയുടെ ആ ബണ്ട് തകർന്നു. ഇരച്ചെത്തിയ മലവെള്ളം ഒരു സുനാമി തിരമാല കണക്കെ താഴ്വരയിലേക്ക് കുതിച്ചെത്തി. നിമിഷനേരം കൊണ്ട് പഴയ മൂന്നാർ പട്ടണം ആഞ്ഞുകുത്തിയൊഴുകുന്ന ചെളിവെള്ളത്തിൽ അപ്രത്യക്ഷമായി. പ്രളയത്തിന്റെ ഏറ്റവും വലിയ ഇര കുണ്ടളവാലി റെയിൽവേ ആയിരുന്നു. ചെങ്കുത്തായ മലയിടുക്കുകളിലൂടെ കടന്നുപോയ റെയിൽ പാളങ്ങളും സ്റ്റീൽ പാലങ്ങളും സ്റ്റേഷനുകളും എല്ലാം ഒരൊറ്റ കുത്തൊഴുക്കിൽ മണ്ണോടൊപ്പം ഇളകി മാറി പുഴയിലേക്ക് എടുത്തെറിയപ്പെട്ടു. ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ആദ്യ മോണോറെയിൽ സംവിധാനം 1 നൂറ്റാണ്ട് പോലും പൂർത്തിയാക്കാതെ പ്രകൃതിയുടെ ശക്തിയിൽ നാമാവശേഷമായി. നഗരത്തിന്റെ സ്ഥിരാകേന്ദ്രം വെറും ഓർമ്മയായി ചെളിയുടെയും പാറകളുടെയും അടിയിൽ അമർന്നു. വെള്ളമിറങ്ങിയ ശേഷം പിന്നിൽ ബാക്കിയായത് നിശബ്ദതയും തകർന്നടിഞ്ഞ കാഴ്ചകളുമായിരുന്നു. പ്രതാപത്തിന്റെ ഒരു നഗരം ഇല്ലാതായിരിക്കുന്നു. ബ്രിട്ടീഷുകാർ പതറാതെ നിന്നു. അവർ ആ നഗരം പുനഃസൃഷ്ടിച്ചു. എന്നാൽ റെയിൽവേ മാത്രം തിരികെ വന്നില്ല. അങ്ങനെയാണ് 1924 ആ മഹാപ്രളയത്തിൽ പഴയ മൂന്നാർ എന്ന അതിസുന്ദരമായ നഗരം ചരിത്രത്തിന്റെ ഭാഗമായത്.